മക്കബായരുടെ രണ്ടാം പുസ്തകം അധ്യായം 8. മക്കബായ വിപ്ലവം. മക്കബേയൂസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന യൂദാസ് തൻ്റെ സ്നേഹിതന്മാരോട് കൂടെ ആരുമറിയാതെ ഗ്രാമങ്ങളിൽ പ്രവേശിച്ച് ചാർച്ചക്കാരെയും യഹൂദ വിശ്വാസത്തിൽ തുടർന്നു പോന്നവരെയും വിളിച്ചുകൂട്ടി 6000-ഓളം പേരുടെ ഒരു സൈന്യമുണ്ടാക്കി. എല്ലാവരാലും പീഡിപ്പിക്കപ്പെടുന്ന ജനത്തെ കടാക്ഷിക്കണമെന്നും അധർമ്മികൾ അശുദ്ധമാക്കിയ ദേവാലയത്തിൻ്റെ മേൽ കരുണ കാണിക്കണമെന്നും അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. നശിച്ചു നിലംപതിക്കാറായിരിക്കുന്ന നഗരത്തോട് ദയ തോന്നണമെന്നും കർത്താവിങ്കലേക്ക് ഉയരുന്ന രക്തത്തിൻ്റെ നിലവിളി ശ്രവിക്കണമെന്നും നിഷ്കളങ്കരായ പൈതങ്ങളുടെ ക്രൂരവധവും അവിടുത്തെ നാമത്തിനെതിരായ ദൂഷണവും അനുസ്മരിക്കണമെന്നും തിന്മയോടുള്ള അവിടുത്തെ വിദ്വേഷം തെളിയിക്കണമെന്നും അവർ തുടർന്ന് പ്രാർത്ഥിച്ചു. മക്കബേയൂസ് സൈന്യം ശേഖരിച്ചതോടെ വിജാതിയർക്ക് അജയ്യനായി കഴിഞ്ഞു. കാരണം കർത്താവിൻ്റെ കോപം കരുണയായി മാറിയിരുന്നു. മുന്നറിയിപ്പ് കൂടാതെ അവൻ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കടന്നു ചെന്ന് അവ അഗ്നിക്കിരയാക്കി. തന്ത്രപ്രധാനങ്ങളായ സ്ഥലങ്ങൾ പിടിച്ചടക്കി ഒട്ടേറെ ശത്രുക്കളെ തുരത്തി ഓടിച്ചു. രാത്രികാലമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി അവൻ കണ്ടത്. അവൻ്റെ വീരപരാക്രമങ്ങൾ ഇവിടെയും സംസാര വിഷയമായി. നിക്കാനോറിൻ്റെ മേൽ വിജയം. യൂദാസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് മുന്നേറുന്നത് മനസ്സിലാക്കിയ ഫിലിപ്പ് രാജപക്ഷത്തേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും ഭരണാധിപനായ ടോളമിക്ക് കത്തെഴുതി. യഹൂദ വംശത്തെ ഉന്മൂലനം ചെയ്യാൻ ടോളമി ഉടനെ നിക്കാനോറിനെ നിയോഗിച്ചു. അവൻ പത്രോക്ലസിൻ്റെ പുത്രനും രാജാവിൻ്റെ മുഖ്യമിത്രങ്ങളിൽ ഒരുവനുമായിരുന്നു. വിവിധ രാജ്യക്കാരായ 20,000-ൽ പരം പടയാളികളെയും പട്ടാള സേവനത്തിൽ പരിചയസമ്പന്നനും സൈന്യാധിപനുമായ ഗോർജിയാസിനെയും ടോളമി അവനോട് കൂടെ അയച്ചു. കപ്പമായി റോമാക്കാർക്ക് കൊടുക്കേണ്ടിയിരുന്ന 2000 താലന്ത് യുദ്ധ തടവുകാരായ യഹൂദരെ അടിമകളായി വിറ്റ് ശേഖരിക്കാൻ നിക്കാനോർ തീരുമാനിച്ചു. ഒരു താലന്തിന് യഹൂദരായ 90 അടിമകൾ വിൽക്കപ്പെടുമെന്ന് അവൻ തീരദേശ നഗരങ്ങളിൽ ആളയച്ച് പരസ്യപ്പെടുത്തി. സർവശക്തന്റെ ശിക്ഷാവിധി തൻ്റെ മേൽ പതിക്കാറായെന്ന് അവൻ അറിഞ്ഞില്ല. നിക്കാനോറിൻ്റെ പടയേറ്റത്തെക്കുറിച്ച് അറിവ് കിട്ടിയ ഉടനെ യൂദാസ് അനുയായികളെ വിവരം ധരിപ്പിച്ചു. അവരിൽ ഭീരുക്കളും ദൈവത്തിൻ്റെ നീതി നിർവഹണത്തിൽ പ്രത്യാശയില്ലാത്തവരുമായവർ പലായനം ചെയ്തു. മറ്റുള്ളവർ തങ്ങൾക്ക് അവശേഷിച്ചിരുന്ന വസ്തുവകകൾ വിറ്റു. യുദ്ധത്തിന് മുമ്പ് തന്നെ തങ്ങളെ വിറ്റുകഴിഞ്ഞ അധർമ്മിയായ നിക്കാനോറിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. തങ്ങളെ പ്രതി അല്ലെങ്കിലും കർത്താവ് പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയും തങ്ങൾ ധരിക്കുന്ന അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമവും ഓർത്തെങ്കിലും ഇത് ചെയ്യണമെന്ന് അവർ പ്രാർത്ഥിച്ചു. മക്കബേയൂസ് 6000-ഓളം വരുന്ന തൻ്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി. ശത്രുക്കളെ ഭയപ്പെടുകയോ തങ്ങൾക്കെതിരെ ദുരുദ്ദേശത്തോടെ വരുന്ന വിജാതിയരുടെ സൈന്യബാഹുല്യം കണ്ട് പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും വിജാതിയർ വിശുദ്ധ സ്ഥലത്തെ കഠിനമായി അവഹേളിച്ചതും നിന്ദിതമായ നഗരത്തെ പീഡിപ്പിച്ചതും തങ്ങളുടെ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളെ തകിടം മറിച്ചതും ഓർത്തുകൊണ്ട് ധൈര്യപൂർവ്വം പോരാടണമെന്നും അവരെ ഉപദേശിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചരണം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ദൈവം തങ്ങളുടെ പൂർവികരെ തുണച്ച സന്ദർഭങ്ങളെയും യൂദാസ് പരാമർശിച്ചു. സെന്നാകെരിബിൻ്റെ കാലത്ത് ശത്രുക്കളിൽ 1,85,000 പേർ കൊല്ലപ്പെട്ടു. ബാബിലോണിൽ വെച്ച് ഗലാത്യരുമായുണ്ടായ യുദ്ധത്തിൽ മക്കതോനിയരുടെ 4,000 പേർ ഉൾപ്പെടെ 8,000 പേരടങ്ങുന്ന യഹൂദ സൈന്യം അണിനിരന്നു. മക്കതോനിയർക്കെതിരെ ആക്രമണം ശക്തമായപ്പോൾ ഉന്നതത്തിൽ നിന്ന് ലഭിച്ച സഹായത്താൽ അവർ 1,20,000 പേരെ വധിച്ചു. ധാരാളം കൊള്ളമുതൽ കരസ്ഥമാക്കി. യൂദാസിൻ്റെ വാക്കുകൾ സൈന്യത്തിന് ധൈര്യം പകർന്നു. തങ്ങളുടെ നിയമത്തിനും രാജ്യത്തിനും വേണ്ടി മരിക്കാൻ അവർ സന്നദ്ധരായി. അവൻ സൈന്യത്തെ 4 ഗണമായി തിരിച്ചു. 1,500 പേർ അടങ്ങുന്ന ഓരോ ഗണത്തിൻ്റെ ചുമതല തൻ്റെ സഹോദരന്മാരായ ശിമിയോൻ, ജോസഫ്, ജോനാഥൻ എന്നിവരെ ഏൽപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥം ഉച്ചത്തിൽ വായിക്കാൻ എലയാസറിനെയും നിയമിച്ചു. സഹായം ദൈവത്തിൽ നിന്ന് എന്ന അടയാള വാക്കും നൽകി. അതിനുശേഷം അവൻ തന്നെ ആദ്യഗണത്തെ നയിച്ചുകൊണ്ട് നിക്കാനോറിനോട് പൊരുതി. സർവശക്തൻ്റെ സഹായത്തോടെ അവർ ശത്രുക്കളിൽ 9,000-ലധികം പേരെ കൊന്നൊടുക്കി. നിക്കാനോറിൻ്റെ പടയാളികളിൽ ഒട്ടേറെ പേരെ മുറിവേൽപ്പിക്കുകയും അംഗഭംഗപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവൻ ശത്രുക്കളെ തുരത്തി. തങ്ങളെ അടിമകളായി വാങ്ങാൻ വന്നവരുടെ പണം അവർ പിടിച്ചെടുത്തു. ശത്രുക്കളെ കുറേ ദൂരം പിന്തുടർന്നതിന് ശേഷം നേരം വൈകിയതിനാൽ അവർ മടങ്ങിപ്പോന്നു. അത് സാബത്തിൻ്റെ തലേനാളായിരുന്നതിനാൽ അവർ അനുധാവനം തുടർന്നില്ല. ശത്രുക്കളുടെ ആയുധങ്ങളും വസ്തുവകകളും ശേഖരിച്ചതിന് ശേഷം അവർ സാബത്ത് ആചരിച്ചു. ആ ദിവസത്തിനു വേണ്ടി തങ്ങളെ കാത്തുരക്ഷിക്കുകയും കരുണയുടെ ആരംഭമായി അതിനെ നിശ്ചയിക്കുകയും ചെയ്ത കർത്താവിന് അവർ കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ചു. സാബത്ത് കഴിഞ്ഞപ്പോൾ കൊള്ളമുതലിൽ ഒരു ഭാഗം പീഡനങ്ങൾക്ക് വിധേയരായവർക്കും വിധവകൾക്കും അനാഥർക്കും അവർ നൽകി. ബാക്കി തങ്ങൾക്കും തങ്ങളുടെ മക്കൾക്കുമായി വിഭജിച്ചെടുത്തു. അനന്തരം അവർ പൊതുപ്രാർത്ഥന നടത്തി കൃപാലുവായ കർത്താവ് തൻ്റെ ദാസരോട് പൂർണ്ണമായി അനുരഞ്ജനപ്പെടണമെന്ന് യാചിച്ചു. അവർ തിമോത്തിയോസിൻ്റെയും ബെക്കിദസിൻ്റെയും സേനകളോടുള്ള സംഘടനകളിൽ 20,000-ലധികം പേരെ കൊല്ലുകയും ചില ഉയർന്ന ശക്തിദുർഗങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു.
വളരെയധികം കൊള്ളമുതൽ കൈവശപ്പെടുത്തി. പീഡനങ്ങളേറ്റവർക്കും അനാഥർക്കും വിധവകൾക്കും വൃദ്ധർക്കും തങ്ങളുടേതിന് തുല്യമായ ഓഹരി നൽകി. ശത്രുവിൻ്റെ ആയുധങ്ങൾ ശേഖരിച്ച് തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ സൂക്ഷിക്കുകയും ബാക്കിയുള്ള കൊള്ളമുതൽ ജെറുസലേമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തിമോത്തിയോസിൻ്റെ സേനാനായകനെ അവർ വധിച്ചു. അവൻ അതിനീചനും യഹൂദരെ വളരെയധികം പീഡിപ്പിച്ചവനുമാണ്. വിശുദ്ധ കവാടങ്ങൾക്ക് തീവച്ച കലിസ്തേനസും മറ്റു ചിലരും ചെറിയൊരു വീടിനുള്ളിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു. അവരെ യഹൂദർ തങ്ങളുടെ പിതാക്കന്മാരുടെ നഗരത്തിൽ വിജയോത്സവം ആഘോഷിക്കുന്ന വേളയിൽ അഗ്നിക്കിരയാക്കി. അവർക്ക് തങ്ങളുടെ അധർമ്മത്തിന് തക്ക പ്രതിഫലം കിട്ടി. അഭിഷക്തനായ നിക്കാനോർ യഹൂദരെ വാങ്ങാൻ 1000 മണിക്കുകളെ വരുത്തിയിരുന്നു. എന്നാൽ താൻ പുച്ഛിച്ചു തള്ളിയ യഹൂദർ തന്നെ കർത്താവിൻ്റെ സഹായത്താൽ അവനെ പരാജിതനാക്കി. സ്ഥാനവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഒളിച്ചോടുന്ന അടിമയെപ്പോലെ പലായനം ചെയ്ത് അവൻ അന്ത്യോക്യയിലെത്തി. സ്വന്തം സൈന്യത്തെ നശിപ്പിക്കുന്നതിൽ മാത്രമേ അവൻ വിജയിച്ചുള്ളൂ. ജെറുസലേം ജനതയെ അടിമകളാക്കി റോമാക്കാർക്ക് കൊടുക്കാനുള്ള കപ്പം ശേഖരിക്കാമെന്ന് ഏറ്റിരുന്ന അവൻ യഹൂദർക്ക് ഒരു സംരക്ഷകനുണ്ടെന്നും അവിടുത്തെ നിയമം അനുസരിക്കുന്നതിനാൽ അവർ അജേയരാണെന്നും ഏറ്റുപറഞ്ഞു. അധ്യായം 9. അന്തിയോക്കസിൻ്റെ അവസാനം. അക്കാലത്ത് അന്തിയോക്കസ് പേർഷ്യ ദേശത്തുനിന്ന് തോറ്റു പിൻവാങ്ങി. പെർസപ്പോളിസ് നഗരത്തിൽ പ്രവേശിച്ച് ക്ഷേത്രങ്ങൾ കവർച്ച ചെയ്യാനും നഗരം കീഴ്പ്പെടുത്താനും ഉദ്യമിച്ചു. എന്നാൽ നഗരവാസികൾ ആയുധവുമായി പാഞ്ഞെത്തി അവനെയും അനുയായികളെയും തോൽപ്പിച്ചു. അന്തിയോക്കസ് ലജ്ജിതനായി തിരിച്ചോടി. നിക്കാനോറിനും തിമോത്തിയോസിൻ്റെ സൈന്യത്തിനും സംഭവിച്ചത് എക്ബത്താനയിലെത്തിയപ്പോൾ അവൻ അറിഞ്ഞു. കോപാക്രാന്തനായി അവൻ തന്നെ തുരത്തിയവരോടുള്ള പക യഹൂദരോട് വീട്ടാൻ തീരുമാനിച്ചു. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ രഥം നിർത്താതെ ഓടിക്കാൻ സാരഥിക്ക് കൽപ്പന നൽകി. ദൈവത്തിൻ്റെ വിധി അവനെ അനുയാത്ര ചെയ്തിരുന്നു. എന്തെന്നാൽ ജെറുസലേമിലെത്തുമ്പോൾ അത് യഹൂദരുടെ ശ്മശാനമാക്കുമെന്ന് അവൻ ഗർവ്വോടെ പറഞ്ഞു. എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവവും സർവദർശിയുമായ കർത്താവ് അദൃശ്യവും ദുശ്ശമവുമായ രോഗത്താൽ അവനെ പ്രഹരിച്ചു. പറഞ്ഞു തീർന്ന ഉടനെ നിശിതവും അപരിഹാര്യവുമായ ഉദരവേദന അവനെ പിടികൂടി. വളരെ പേരുടെ ഉദരങ്ങൾക്ക് കിരാതമായ പീഡനമേൽപ്പിച്ച അന്തിയോക്കസിന് ഇത് സംഭവിച്ചത് തികച്ചും യുക്തമാണ്. എന്നാൽ ഇതുകൊണ്ടും അവൻ ധിക്കാരം അവസാനിപ്പിച്ചില്ല. കൂടുതൽ ഗർവിഷ്ഠനായി ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് രഥവേഗം വർദ്ധിപ്പിക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിശീഘ്രം പാഞ്ഞുകൊണ്ടിരുന്ന തേരിൽ നിന്ന് അവൻ തെറിച്ചു വീണു. തൽഫലമായി അവന് സർവാംഗം വേദനയുണ്ടായി. അതിമാത്രമായ അഹങ്കാരത്താൽ തിരമാലകളെ ചൊൽപ്പടിക്ക് നിർത്താമെന്നും ഉന്നത ശൈലങ്ങളെ ത്രാസിൽ തൂക്കാമെന്നും വ്യാമോഹിച്ച അവൻ നിലം പതിച്ച് മഞ്ചലിൽ വഹിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ശക്തി എല്ലാവർക്കും ദൃശ്യമായി. ആ അധർമ്മിയുടെ ദേഹമാസകലം പുഴുക്കൾ നിറഞ്ഞു. കഠിനവേദന കൊണ്ട് പുളയുന്ന അവൻ്റെ മാംസം അവൻ ജീവിച്ചിരിക്കെ തന്നെ അഴുകി തുടങ്ങി. ദുർഗന്ധത്താൽ അറപ്പോടെ സൈന്യം അവനിൽ നിന്നകന്നു. നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച അവനെ ദുസ്സഹമായ ദുർഗന്ധ നിമിത്തം ആർക്കും വഹിക്കാൻ കഴിഞ്ഞില്ല. അന്തിയോക്കസിൻ്റെ മനസ്സിടിഞ്ഞു. ദൈവത്തിൻ്റെ ശിക്ഷയേറ്റ് സദാ വേദന അനുഭവിച്ചപ്പോൾ അവൻ ഗർവം വെടിഞ്ഞ് വിവേകം വീണ്ടെടുക്കാൻ തുടങ്ങി. സ്വന്തം ദുർഗന്ധം സഹിക്കവയ്യാതായപ്പോൾ അവൻ പറഞ്ഞു, ദൈവത്തിന് കീഴ്പ്പെടുക യുക്തം തന്നെ. ദൈവത്തിന് തുല്യനെന്ന് മർത്യരാരും കരുതരുത്. കർത്താവിൻ്റെ കൃപ നിഷേധിക്കപ്പെട്ട ആ മ്ലേച്ഛൻ അവിടത്തോട് പ്രതിജ്ഞ ചെയ്തു. ഇടിച്ചു നിരത്തി ശ്മശാനമാക്കാൻ വെമ്പൽ കൊണ്ട നഗരത്തിന് ഞാൻ സ്വാതന്ത്ര്യം നൽകും. സംസ്കരിക്കപ്പെടാൻ അയോഗ്യരെന്ന് വിധിച്ച് സന്താനങ്ങളോടുകൂടെ പക്ഷിമൃഗാദികൾക്ക് ഇരയാക്കാൻ നിശ്ചയിച്ചിരുന്ന യഹൂദരെ ആഥൻസ് പൗരന്മാർക്ക് തുല്യരാക്കും. കൊള്ള ചെയ്യപ്പെട്ട ദേവാലയം അതിമനോഹരമായ കാണിക്കകളാൽ അലങ്കരിക്കും. വിശുദ്ധ പാത്രങ്ങൾ അനേകം മടങ്ങായി തിരിച്ചേൽപ്പിക്കും. ബലിയർപ്പണത്തിനുള്ള ചെലവുകൾ സ്വന്തം വരുമാനത്തിൽ നിന്ന് വഹിക്കും. ഇതിനു പുറമെ ഞാൻ ചെയ്ത യഹൂദമതം സ്വീകരിച്ച് മനുഷ്യവാസമുള്ളിടത്തെല്ലാം പോയി ദൈവത്തിൻ്റെ ശക്തി വിളംബരം ചെയ്യും. എന്നാൽ ദൈവം തൻ്റെ മേൽ ന്യായവിധി നടത്തുന്നതിനാൽ പീഡകൾക്ക് ഒരു ശമനവും ഉണ്ടാകുന്നില്ലെന്ന് കണ്ട് അന്തിയോക്കസ് പ്രത്യാശ വെടിഞ്ഞ് യാചനാരൂപത്തിൽ യഹൂദർക്ക് ഇങ്ങനെ എഴുതി: ഉത്തമന്മാരായ യഹൂദ പൗരന്മാർക്ക് അവരുടെ രാജാവും സൈന്യാധിപനുമായ അന്തിയോക്കസ് ആരോഗ്യവും ഐശ്വര്യവും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നിങ്ങളും സന്താനങ്ങളും സുഖമായിരിക്കുകയും നിങ്ങളുടെ അഭീഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ്. ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ. നിങ്ങളുടെ മതിപ്പും സന്മനസ്സും ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. പേർഷ്യയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ദുസ്സഹമായൊരു രോഗം എന്നെ ബാധിച്ചതിനാൽ പൊതുസുരക്ഷിതത്വത്തെപ്പറ്റി ചിന്തിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു. എൻ്റെ ഈ രോഗാവസ്ഥയിൽ ഞാൻ ഭഗ്നാശനല്ല. ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുണ്ട്. ഉത്തരപ്രവിശ്യകളിൽ പടനീക്കങ്ങൾ നടത്തുമ്പോൾ എൻ്റെ പിതാവ് തനിക്കൊരു പിൻഗാമിയെ നിയോഗിച്ചിരുന്നത് ഞാൻ സ്മരിക്കുന്നു. അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കുകയോ അശുഭമായ വാർത്ത പരക്കുകയോ ചെയ്താൽ ആരെയാണ് ഭരണം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ അസ്വസ്ഥരാകാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. അതിർത്തി പ്രദേശങ്ങളിലെയും അയൽ രാജ്യങ്ങളിലെയും രാജാക്കന്മാർ അവസരം പാർത്തിരിക്കുകയാണെന്നും
എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയിരിക്കുകയാണെന്നും എനിക്കറിയാം. അതിനാൽ ഞാൻ എൻ്റെ പുത്രൻ അന്ത്യോക്കസിനെ രാജാവായി നിയമിച്ചിരിക്കുന്നു. ഉത്തരദേശങ്ങളിലേക്ക് ഞാൻ തിടുക്കത്തിൽ പോയ മിക്ക അവസരങ്ങളിലും നിങ്ങളിൽ പലരെയും അവൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ കത്തിലെ വിവരങ്ങൾ അവനെയും എഴുതി അറിയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച പൊതുവും വ്യക്തിപരവുമായ സേവനങ്ങൾ അനുസ്മരിക്കണമെന്നും എന്നോടും എൻ്റെ പുത്രനോടും നിങ്ങളിപ്പോൾ കാണിക്കുന്ന സൗമനസ്യം തുടർന്നും കാണിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ഘാതകനും ദൈവദൂഷകനുമായ ആ മനുഷ്യൻ താൻ മറ്റുള്ളവരിൽ ഏൽപ്പിച്ചതിന് തുല്യമായ കഠിനവേദന അനുഭവിക്കുകയും അതിദയനീയമായി അന്യനാട്ടിൽ മലമ്പ്രദേശത്ത് വെച്ച് ജീവൻ വെടിയുകയും ചെയ്തു. രാജസേവകരിൽ ഒരുവനായ ഫിലിപ്പ് അവൻ്റെ ജഡം വീട്ടിലെത്തിച്ചു. അനന്തരം അന്ത്യോക്കസിൻ്റെ പുത്രനെ ഭയന്ന് അവൻ ഈജിപ്തിൽ ടോളമി ഫിലോമെത്തോറിൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചു. ദേവാലയ ശുദ്ധീകരണം. കർത്താവിനാൽ നയിക്കപ്പെട്ട് മക്കബേയൂസും അനുയായികളും നഗരവും ദേവാലയവും വീണ്ടെടുത്തു. വിദേശീയർ പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന ബലിപീഠങ്ങളും കാവുകളും നശിപ്പിച്ചു. ദേവാലയം ശുദ്ധീകരിച്ചതിന് ശേഷം അവർ ബലിയർപ്പണത്തിന് മറ്റൊരു പീഠം നിർമ്മിച്ചു. കല്ലുകളുരച്ച് തീ കത്തിച്ച് ബലിയർപ്പിക്കുകയും കുന്തുരുക്കം പുകയ്ക്കുകയും വിളക്ക് കൊളുത്തുകയും ചെയ്ത് തിരുസാന്നിധ്യ അപ്പം പ്രതിഷ്ഠിച്ചു. 2 വർഷം കഴിഞ്ഞിരുന്നു അവിടെ ബലിയർപ്പിച്ചിട്ട്. അവർ സാഷ്ടാംഗം വീണ് ഇത്തരം ദുരിതങ്ങൾ മേലിൽ തങ്ങൾക്ക് വരുത്തരുതേ എന്നും എപ്പോഴെങ്കിലും പാപം ചെയ്താൽ ക്ഷമാപൂർവം ശിക്ഷണം നൽകി രക്ഷിക്കണമേ എന്നും തങ്ങളെ ദൈവദൂഷകരും കിരാതരുമായ ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചു. വിദേശീയർ ദേവാലയം അശുദ്ധമാക്കിയ അതേ ദിവസം, അതായത് ക്ലിസേബ് മാസം 25-ാം ദിവസം ദേവാലയ ശുദ്ധീകരണം നടന്നു. അവർ അത് കൂടാരത്തിരുന്നാളിൻ്റെ മാതൃകയിൽ ആനന്ദത്തോടും ആർഭാടത്തോടും കൂടെ 8 ദിവസം ആചരിച്ചു. കൂടാരത്തിരുന്നാളുകളിൽ ചെയ്തിരുന്നതുപോലെ തങ്ങൾ മലകളിലും ഗുഹകളിലും വന്യമൃഗങ്ങളെ പോലെ അലഞ്ഞു തിരിഞ്ഞത് അധികനാൾ മുമ്പല്ലെന്ന് അവർ അനുസ്മരിച്ചു. തരുരോഹിണി ചക്രങ്ങളാൽ അലങ്കൃതമായ ദണ്ഡുകളും മനോഹരമായ മരച്ചില്ലകളും ഈന്തപ്പന കൈകളും വഹിച്ചുകൊണ്ട് അവർ വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുദ്ധീകരണം വിജയിപ്പിച്ച കർത്താവിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിച്ചു. പിന്നീട് ആണ്ടുതോറും യഹൂദജനം മുഴുവൻ ആ ദിനങ്ങൾ ആചരിക്കണമെന്ന് അവർ ജനഹിതമനുസരിച്ച് പൊതു നിയമമുണ്ടാക്കി. എപ്പിഫാനസ് എന്നറിയപ്പെടുന്ന അന്ത്യോക്കസിൻ്റെ കഥ ഇങ്ങനെ അവസാനിച്ചു. അന്ത്യോക്കസ് യൂപ്പാത്തോർ. അധർമ്മിയായ ആ മനുഷ്യൻ്റെ പുത്രനായ അന്ത്യോക്കസ് യൂപ്പാത്തോറിൻ്റെ ഭരണകാലത്ത് സംഭവിച്ച കാര്യങ്ങളും യുദ്ധക്കെടുതികളിൽ മുഖ്യമായവയുടെ സംക്ഷിപ്തമായ വിവരണവുമാണ് ഞങ്ങളിനി പറയുന്നത്. ഇവൻ രാജാവായ ഉടനെ ലിസിയാസ് എന്നൊരുവനെ ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും അധിപനായി നിയമിച്ചു. മക്രോൺ എന്ന് വിളിക്കപ്പെടുന്ന ടോളമി യഹൂദർക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ ഓർത്ത് അവരോട് നീതി പ്രവർത്തിക്കുന്നതിൽ മുൻപനായി അവരുമായി സമാധാനപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഉദ്യമിച്ചു. തൽഫലമായി രാജമിത്രങ്ങൾ അവനെ യൂപ്പാത്തോറിൻ്റെ മുൻപിൽ കുറ്റപ്പെടുത്തി. ഫിലോമെത്തോർ ഏൽപ്പിച്ചിരുന്ന സൈപ്രസ് വിട്ട് അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ പക്ഷം ചേർന്നതുകൊണ്ട് തന്നെ എല്ലാവരും രാജദ്രോഹി എന്ന് വിളിക്കുന്നത് അവൻ കേട്ടു. തൻ്റെ സ്ഥാനത്തിന് ചേർന്ന ആദരം ആർജിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അവൻ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചു. ഗോർജിയാസ് അവിടുത്തെ ഭരണാധിപനായപ്പോൾ ഒരു കൂലിപ്പട്ടാളത്തെ ശേഖരിച്ച് യഹൂദരോട് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു. പ്രധാനമായ കോട്ടകൾ കൈയടക്കിയ ഇതുമേയരും യഹൂദരെ അലട്ടി. അവർ ജെറുസലേമിൽ നിന്ന് ബഹിഷ്കൃതരാകുന്നവരെ സ്വാഗതം ചെയ്യുകയും യുദ്ധം തുടരാൻ ശ്രമിക്കുകയും ചെയ്തു. മക്കബേയൂസും അനുചരന്മാരും പരസ്യ പ്രാർത്ഥന നടത്തി. തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യണമെന്ന് ദൈവത്തോട് യാചിച്ചുകൊണ്ട് ഇതുമേയരുടെ കോട്ടകളിലേക്ക് പാഞ്ഞു ചെന്നു. ശക്തിയോടെ ആക്രമിച്ച് ആ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുകയും കോട്ടകളിൽ നിന്ന് പോരാടിയവരെ തുരത്തുകയും നേരിട്ട് എതിർത്തവരെ വധിക്കുകയും ചെയ്തു. 20,000-ൽ കുറയാത്ത പടയാളികൾ കൊല്ലപ്പെട്ടു. ഉപരോധം ചെറുക്കാൻ സജ്ജമാക്കിയിരുന്ന 2 ബലിഷ്ഠ ഗോപുരങ്ങളിലായി 9,000-ൽ പരം ആളുകൾ അഭയം പ്രാപിച്ചു. മക്കബേയൂസ് അവരെ ആക്രമിക്കുന്നതിന് മതിയായ സേനയോടുകൂടെ ശിമിയോനെയും ജോസഫിനെയും ഒപ്പം സക്കേവൂസിനെയും അവൻ്റെ ആളുകളെയും അവിടെ നിർത്തി. തൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവൻ പുറപ്പെട്ടു. എന്നാൽ ശിമിയോനോടുകൂടെ ഉണ്ടായിരുന്ന പണക്കുതിയന്മാരായ ആളുകൾക്ക് ഗോപുരങ്ങളിലുണ്ടായിരുന്ന ചിലർ കൈക്കൂലി കൊടുക്കുകയും 70,000 ദ്രാക്മ കൈപ്പറ്റി അവരിൽ ചിലർ രക്ഷപ്പെടുന്നതിന് അവർ അനുവദിക്കുകയും ചെയ്തു. ഈ വാർത്ത മക്കബേയൂസിൻ്റെ അടുത്തെത്തി. അവൻ ജനനേതാക്കളെ വിളിച്ചുകൂട്ടി. ആ ദുരാഗ്രഹികൾ തങ്ങളുടെ സഹോദരന്മാരെ വിറ്റുവെന്നും അവർക്കെതിരെ ശത്രുക്കളെ സ്വതന്ത്രരാക്കി വിട്ടുവെന്നും കുറ്റപ്പെടുത്തി. അനന്തരം അവൻ ആ ദ്രോഹികളെ വധിക്കുകയും വേഗം 2 ഗോപുരങ്ങളും പിടിച്ചടക്കുകയും ചെയ്തു. താൻ ഏറ്റെടുത്ത യുദ്ധങ്ങളിലെല്ലാം വിജയം വരിച്ച മക്കബേയൂസ് 2 ഗോപുരങ്ങളിലുമായി 20,000-ൽ പരം ആളുകളെ വധിച്ചു. യഹൂദർ മുൻപ് തോൽപ്പിച്ചോടിച്ച തിമോത്തിയോസ് വലിയൊരു കൂലിപ്പടയെയും ഏഷ്യയിൽ നിന്ന് വലിയൊരു കുതിരപ്പടയെയും ശേഖരിച്ച് യൂദയ പിടിച്ചടക്കാൻ വേണ്ടി പട നീക്കി.
അപ്പോൾ മക്കബേയോസും അനുയായികളും ശിരസിൽ പൂഴി വിതറി അരയിൽ ചാക്ക് ചുറ്റി ദൈവത്തോട് യാചിച്ചു. ബലിപീഠത്തിൻ്റെ മുമ്പിലുള്ള സോപാനത്തിൽ സാഷ്ടാംഗം വീണ് നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തങ്ങളോട് ദയ കാണിക്കണമേ എന്നും എതിരാളികൾക്ക് എതിരാളിയുമായിരിക്കണമെന്നും അവർ അവിടുത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം എഴുന്നേറ്റ് ആയുധങ്ങൾ ധരിച്ച് നഗരത്തിൽ നിന്ന് കുറേ ദൂരം മുൻപോട്ട് നീങ്ങി ശത്രു സങ്കേതം സമീപിച്ചപ്പോൾ നിന്നു. പ്രഭാതമായതോടെ ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടി. തങ്ങളുടെ വിജയത്തിൻ്റെ ഉറപ്പ് തങ്ങളുടെ പരാക്രമം മാത്രമല്ല കർത്താവിലുള്ള ആശ്രയവുമാണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ, തങ്ങളുടെ ക്രോധാവേശത്തെ പടനായകനാക്കിയ മറ്റൊരു കൂട്ടർ. യുദ്ധം മുറുകിയപ്പോൾ സ്വർണ്ണ കടിഞ്ഞാനിട്ട കുതിരകളുടെ പുറത്ത് തേജസ്വികളായ 5 പേർ ആകാശത്തു നിന്ന് വരുന്നത് ശത്രുക്കൾ കണ്ടു. അവരാണ് യഹൂദരെ നയിച്ചത്. അവർ മക്കബേയോസിനെ മുറിവേൽക്കാതിരിക്കാൻ ചുറ്റും നിന്ന് തങ്ങളുടെ പരിചകളും ആയുധങ്ങളും കൊണ്ട് അവനെ സംരക്ഷിച്ചു. അവർ ശത്രുവിൻ്റെ മേൽ അസ്ത്രങ്ങളും ഇടിവാളുകളും അയച്ച് അവരെ അന്താളിപ്പിച്ച് അന്ധതയിലാഴ്ത്തി ചിതറിക്കുകയും വധിക്കുകയും ചെയ്തു. 600 കുതിരപ്പടയാളികൾക്ക് പുറമെ 20,500 പേർ വധിക്കപ്പെട്ടു. കേരയാസിൻ്റെ കീഴിലുള്ള സുശക്ത കാവൽസേനയോട് കൂടിയ ഗസ്ര എന്ന കോട്ടയിലേക്ക് തിമോത്തിയോസ് പലായനം ചെയ്തു. മക്കബേയോസും അനുയായികളും സന്തുഷ്ടരായി. അവർ അതിനെ 4 ദിവസം ഉപരോധിച്ചു. ഉള്ളിലുണ്ടായിരുന്നവർ കോട്ടയുടെ ഉറപ്പിൽ ആശ്രയിച്ചിരുന്നതിനാൽ കഠിനമായി ദൈവദൂഷണം പറയുകയും അസഭ്യവാക്കുകൾ വർഷിക്കുകയും ചെയ്തു. എന്നാൽ 5-ാം ദിവസം പ്രഭാതത്തിൽ മക്കബേയോസിൻ്റെ സൈന്യത്തിലെ 20 യുവാക്കന്മാർ ആ ദൈവദൂഷണം കേട്ട് കോപം ജ്വലിച്ച് മതിലിലൂടെ ഇരച്ചു കയറി കണ്ടവരെയെല്ലാം നിർദ്ദയം അരിഞ്ഞു വീഴ്ത്തി. ഇതുപോലെ മതിൽ കയറിയ മറ്റു ചിലർ എതിർത്തുനിന്ന ആ ദൈവദൂഷകരെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. ഗോപുരങ്ങൾക്ക് തീവച്ചു. തീ കൊളുത്തി അവരെ ജീവനോടെ ദഹിപ്പിച്ചു. ചിലർ കവാടങ്ങൾ തകർത്ത് ബാക്കി സൈന്യത്തെ അകത്ത് കടത്തുകയും നഗരം കൈവശപ്പെടുത്തുകയും ചെയ്തു. ഒരു ജലസംഭരണിയിൽ ഒളിച്ചിരുന്ന തിമോത്തിയോസിനെയും അവൻ്റെ സഹോദരൻ കേരയാസിനെയും അപ്പോളോണോഫാനസിനെയും അവർ വധിച്ചു. അനന്തരം അവർ ഇസ്രായേലിനോട് വലിയ ദയ കാണിക്കുകയും തങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്ത കർത്താവിനെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ വാഴ്ത്തി.